വിജയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫാൻ ബേസ് തമിഴ്നാട്ടിലുണ്ട്. 8.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് ഏകദേശം ഒരു 4.5 കോടിക്ക് മേലെ ആൾക്കാരെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ 100-ലധികം സീറ്റ് അധികാരത്തിൽ വന്നു. അത്രയും വലിയൊരു ഫാൻ ബേസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഈ ഫാൻ ബേസ് ഒറ്റയടിക്ക് തകർക്കാനും കഴിയില്ല കേട്ടോ. നാളെ രാവിലെ വന്നിട്ട് ഫാൻ ബേസ് തകർത്ത് കളയാം എന്ന് വിചാരിച്ചാൽ നടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് MGRന് ശേഷം ജയലളിതയ്ക്ക് പിടിച്ചേക്കാൻ കഴിഞ്ഞത്. ജയലളിതയ്ക്ക് ശേഷം പിന്നെ അതൊക്കെ ഈ നമ്മുടെ DMK പിന്നെ സ്റ്റാലിന് പിടിച്ചേക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ രാഷ്ട്രീയത്തിനൊരു പ്രത്യേകത ഉണ്ടെന്നറിയോ? യുവാക്കളുടെ യുദ്ധമായിരിക്കും ഇനി തമിഴ്നാട് കാണാൻ പോകുന്നത്. സ്റ്റാലിൻ്റെ കാലം കഴിഞ്ഞു. സ്റ്റാലിൻ ഇനി വലിയ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താണ്, ഉദയനിധി സ്റ്റാലിൻ പ്രതിപക്ഷ നേതാവായി തമിഴ്നാട് കാണും. ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്നത്. അത് വിജയ് അവിടെ മുഖ്യമന്ത്രിയായിരിക്കും, ഉദയനിധി സ്റ്റാലിൻ ഇപ്പറേ പിന്നെ പ്രതിപക്ഷ നേതാവായിരിക്കും കാണുന്ന ഒരു സിനിമ സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈൽ തമിഴ്നാട് രാഷ്ട്രീയം ഇനി കാണാൻ പോവുകയാണ്. വളരെ രസകരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DMKനെ സപ്പോർട്ട് ചെയ്യുന്ന CPIയും CPIയും ലീഗും ആ കൂടെ ഇരിക്കുന്നത് ആരുടെ കൂടെ? അപ്പുറം കൂടെ. അപ്പോൾ നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഈ പറഞ്ഞ വില്ലൻ്റെ കൂടെ ഗുണ്ടകൾ ആളെ പിന്നെ എന്താണ് ഈ ഉള്ളിൽ കൂടെ ആളെ കയറ്റുന്ന പോലെ അവിടെ ആളിരിക്കുകയാണ്. കാരണം ഇവിടുന്ന് ചരട് വലിച്ചാൽ നീ പഠിപ്പിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാടാ ഞാൻ എന്ന് പറയുന്ന സ്റ്റൈലിലായിരിക്കും ഇനി ഉദയനിധി സ്റ്റാലിൻ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് DMK സ്റ്റാലിൻ എന്ന് പറഞ്ഞ എന്താണ് 6 മാസം നോക്കാം നമുക്ക്. 6 മാസം നോക്കിയതിന് ശേഷം ഞാൻ പെട്ടെന്നൊരു ഇലക്ഷനെ തമിഴ്നാട് ഇനി നേരിടണമെന്ന് ആഗ്രഹിക്കുന്നില്ല. മാന്യമായ പ്രഖ്യാപനം. അതിന് കോൺഗ്രസ് ചെയ്ത കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു അതിനകത്തൊരു നീതികേട് തോന്നി. കാരണം ഒറ്റ കാര്യമുള്ളൂ, നീതികേട് എന്ന് പറഞ്ഞാൽ TVKനെ സപ്പോർട്ട് ചെയ്തതിന് ഞാൻ ഇതാ പറയുന്നില്ല. പക്ഷേ DMKനോട് സംസാരിക്കണമായിരുന്നു. DMK കാരണം അവർ കൊടുത്ത സീറ്റിലാണ് കോൺഗ്രസ് ചെയ്യുക. കോൺഗ്രസിൽ നിന്ന് അവിടെ ഒരു അസ്തിത്വമില്ല തമിഴ്നാട്ടിൽ, ഒരു അസ്തിത്വമില്ല. അവിടെ CPM ആണെങ്കിലും CPI ആണെങ്കിലും ഇതുപോലെ ഈ പറഞ്ഞ കോൺഗ്രസ് ആണെങ്കിലും ഒന്നും അസ്തിത്വമില്ലാത്ത പാർട്ടിയാണ് തമിഴ്നാട്ടിൽ. പക്ഷേ കഴിഞ്ഞ 10-15 വർഷമായിട്ട് അല്ലെങ്കിൽ കുറേ കാലങ്ങളായി ഇപ്പോൾ BJPക്കെതിരെ ഒരു ചേരി നമ്മളെല്ലാ കാലത്തും നമ്മൾ തമിഴ്നാടിനെ കണ്ടുപിടിക്കണമെന്നാണ് നമ്മൾ പല മീറ്റ് ദ ഡേസിലും പറഞ്ഞത്. എന്താണ്, BJPക്കെതിരെ ഒരു ചേരി ഉണ്ടാക്കി ആ ചേരിയിൽ ചെറിയ കക്ഷികൾ പോലും ഒരു കാരണവശാലും CPIനും CPIക്കും കോൺഗ്രസിനും ഒരു സ്ഥാനാർത്ഥിത്വം കൊടുക്കേണ്ട കാര്യമില്ല. അവരെ കൂടെ കൂട്ടിപ്പിടിച്ച് BJPക്കെതിരെ ശക്തമായൊരു സംവിധാനം വെച്ച് മുന്നോട്ട് പോയതുകൊണ്ട് ആ സംവിധാനത്തോട് കോൺഗ്രസ് ചെയ്തൊരു മര്യാദകേടുണ്ട്. പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങൾക്കിപ്പോൾ TVKനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ DMK അത് പാടില്ല എന്ന് പറയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അത് ചെയ്യണമായിരുന്നു എന്നുള്ളതാണ്.